നമുക്ക് ചുറ്റുമുള്ള സാമ്പത്തിക വിഷയങ്ങളെ ലളിതമായി അപഗ്രഥിക്കാൻ ശ്രമിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 92-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകമിപ്പോൾ ഒരു പ്രത്യേക ദിശയിലൂടെ നീങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും സാമ്പത്തികമായി നിലനിന്നിരുന്ന മാന്യത്തിൽ നിന്ന് മറികടന്ന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തും സാമ്പത്തിക മാന്യ പ്രക്രിയയിൽ നിന്ന് കരകയറിയതായി റിപ്പോർട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 92-ാം എപ്പിസോഡ് ആരംഭിക്കുന്നു. ലോകത്തിലാദ്യമായി ഒരു വിവാഹ ചടങ്ങ് 3 ഡയമെൻഷൻ ക്യാമറയിൽ ചിത്രീകരിക്കുക വഴി ഒരു മലയാളി അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് കുതിക്കുകയാണ്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലെൻസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷൗക്കത്ത് ലെൻസ്മാനാണ് ഇങ്ങനെ ആദ്യമായി 3D ക്യാമറ ഉപയോഗിച്ച് വിവാഹ ചടങ്ങ് ചിത്രീകരിച്ച് പ്രത്യേക ശ്രദ്ധ നേടിയിരിക്കുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ മുതൽ അവതാർ വരെയുള്ള അത്ഭുത ത്രിമാന ചലച്ചിത്രങ്ങൾ കണ്ട് മലയാളികളടക്കമുള്ള സിനിമാ കൗതുക ലോകം 3Dയുടെ ചലച്ചിത്ര വ്യാകരണത്തെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയെങ്കിലും ഒരു വിവാഹ ചടങ്ങിൻ്റെ ഷൂട്ടിങ്ങിന് 3D ക്യാമറ ഉപയോഗിക്കുന്ന രീതി തികച്ചും അന്യം തന്നെ. പക്ഷേ അതും ഇന്നലെയുടെ അന്യതയായി മാറുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശസ്തനായ മലയാളി ക്യാമറ ഡയറക്ടർ ഷൗക്കത്ത് ലെൻസ്മാൻ ലോകത്തിലെ ആദ്യത്തെ 3D വിവാഹം ചിത്രീകരിച്ച് പ്രത്യേക മാനം കൈവരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൗതുക മേഖലയിൽ. ഇപ്പോൾ ദുബായിൽ നടന്ന ഒരു ആഡംബര വിവാഹം 3D ഷൂട്ടിങ്ങിൻ്റെ പേരിൽ പ്രത്യേക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. CC ഹോൾഡിംഗ്സിൻ്റെ മേധാവി പരേതനായ വിൽഫ്രഡിൻ്റെ മകൻ ക്ലിൻറ്റ് വിൽഫ്രഡും തുർക്കി വധു സബ്രീനയും തമ്മിലുള്ള കല്യാണം ദുബായിൽ റോയൽ മിറാജിലും അറ്റ്ലാന്റിസ് ഹോട്ടൽ തീരത്തുമായി 3D ക്യാമറയിൽ ഷൂട്ടിംഗ് ചെയ്യപ്പെട്ടു. ഷൗക്കത്ത് ലെൻസ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വൻനിര ക്രൂ ആണ് ഈ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തത്. ഈ വെഡ്ഡിങ് സെലിബ്രേഷൻ്റെ വെഡ്ഡിങ് പ്ലാനർ ഒരു അലി ബക്തിയാർ എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് പ്ലാനറായിരുന്നു. ഞാനും ക്ലിൻറ്റും അലി ബക്തിയാറും കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഡിസ്കഷൻസ് എങ്ങനെയൊക്കെയാണ് കല്യാണം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ക്ലിൻറ്റും അലി ബക്തിയാറും കൂടിയിട്ട് എന്നോട് ഈ ഈവൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊരു നോർമൽ 2D അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ ടൈപ്പ് വീഡിയോ ക്യാമറയിൽ നമുക്ക് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ കല്യാണം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് 3Dയിലാണ്. കല്യാണത്തിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് തന്നെ 3Dയിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കടൽ തീരത്ത് നടക്കുന്ന ഒരു കേക്ക് കട്ടിങ്, വലിയ ഒരു കേക്ക്, ഒരാളേക്കാൾ വലുപ്പത്തിലുള്ള കേക്ക്, ഫോർഗ്രൗണ്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ, കേക്ക് ഫീൽഡിൽ, ബാക്ക്ഗ്രൗണ്ടിൽ ഫയർ വർക്ക് നടക്കുക, ഇതെല്ലാം 3D ആണ്. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ മറ്റൊരു റോയൽ മിറാജിൽ നടന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കവാടം, ആ കവാടം തുറക്കുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു, അത് കഴിഞ്ഞ് വേറെ കവാടം തുറക്കുമ്പോൾ വേറെ ലോകത്തിലേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ എല്ലാം 3 ഡയമെൻഷനിലാണ് ഈ കല്യാണം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു 3D ക്യാമറയിൽ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ പ്രോഗ്രാം ഒരിക്കലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയാണ് 3D എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടായത്. സാധാരണ വിവാഹങ്ങൾക്ക് 3D ക്യാമറ ആവശ്യമുണ്ടോ എന്ന് മറ്റൊരു ചോദ്യം. പ്രത്യക്ഷത്തിലുള്ള ആലങ്കാരികതയല്ല, മറിച്ച് വിവാഹത്തിൻ്റെ ക്യാരക്ടറിൽ തന്നെ 3D ഡിസൈൻ ഉണ്ടായിരിക്കണം. സാധാരണ ഒരു കല്യാണം 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ കല്യാണത്തിന് തന്നെ ഡയമെൻഷൻ ഉണ്ടായിരിക്കണം. പിന്നെ 3D ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യണം. ഫോർഗ്രൗണ്ടിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഫീൽഡിൽ ഉണ്ടാവണം, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവണം. അങ്ങനെ ആംഗിൾ, കോമ്പോസിഷൻ, ഫ്രെയിംസ് എല്ലാം നമ്മൾ മുൻകൂട്ടി ചെയ്താൽ മാത്രമേ നമുക്ക് ആ 3D എഫക്ട്സ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് 3D ക്യാമറയിൽ പോയിട്ട് സാധാരണ ഒരു കല്യാണമോ ഏതെങ്കിലും ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരെ നന്നാവില്ല, അത് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കല്യാണത്തിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ കല്യാണം എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിഹേഴ്സൽ വരെ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ ചേർച്ചിലുണ്ടായിരുന്ന റിഹേഴ്സൽ, ഈവൻറ്റ് നടക്കുന്ന വെന്യൂവിലുണ്ടായിരുന്ന റിഹേഴ്സൽ, അങ്ങനെ എല്ലാം ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ 3D ക്യാമറ ഉപയോഗിച്ച നിരവധി ക്യാമറാമാന്മാരെ നമുക്ക് കാണാം. പക്ഷേ ഒരു മലയാളി ചടങ്ങിൽ, അതും ഒരു മലയാളി ഉപയോഗിച്ച ക്യാമറ
അസാധാരണത്വം കൊണ്ട് തന്നെ പുതുമ കൈവരിച്ചിരിക്കുന്നു. 3Dയിലൊരു കല്യാണം ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത്തരം ക്യാമറകൾ ലോകത്തിൽ അധികം അവൈലബിൾ ആയിട്ടില്ല. ഇപ്പോൾ ഇത് ഇവിടെ മാർക്കറ്റിൽ ഇത് മേടിക്കാൻ കിട്ടുന്ന ക്യാമറ അല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കല്യാണം ഷൂട്ട് ചെയ്യുന്നത്. അതും ഒരു മലയാളിയുടെ കല്യാണം, ഒരു മലയാളിയായിട്ടുള്ള ഞാൻ ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 80കളിൽ മലയാള ചലച്ചിത്രത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ വീഡിയോ ചിത്രീകരണവുമായി ലോകയാത്ര ആരംഭിച്ച ഷൗക്കത്ത് ലെൻസ്മാൻ എന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ അമരക്കാരനാണ്. പ്രത്യേകിച്ച് പുതിയ വിദ്യകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ. സ്റ്റേജ് ഷോയും ടെലിവിഷൻ സ്ക്രീനും ആൽബവും ചലച്ചിത്രവുമൊക്കെയായി ഷൗക്കത്ത് ലെൻസ്മാൻ്റെ നവീന കല വ്യാപരിച്ചു കിടക്കുന്നു. ഇപ്പോൾ 3Dയുടെ മികവിലും നിറവിലും പ്രഥമ ഗണനയായി ഷൗക്കത്ത് ലെൻസ്മാൻ മാറുകയാണ്.